നല്ല വിജയ പ്രതീക്ഷയുണ്ട്. ഇനി കണക്കിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും വളരെ നിശ്ചയമുള്ള കൃത്യമായിട്ടുള്ളൊരു വിജയം UDF കോർപ്പറേഷനിലും പൊതുവേ ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. അത്തരത്തിലുള്ളൊരു ഫീഡ്ബാക്കാണ് പലയിടത്തും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എന്തായാലും ഇപ്പോൾ സമയം അല്പമേ ഉള്ളൂ, നമുക്ക് എന്തായാലും റിസൾട്ട് അപ്പോഴത്തേക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ നല്ല തികഞ്ഞ ശുഭാപ്തി പ്രതീക്ഷ തന്നെയാണ് നമ്മളെല്ലാം. തിരുവനന്തപുരത്ത് പോളിംഗ് കുറവായിരുന്നു. 3 മുന്നണികളും ശക്തമായിട്ട് തന്നെ പ്രചാരണത്തിലും ഉണ്ടായിരുന്നു. ഒരു ത്രികോണ മത്സരമാണെന്നാണ് പറയുന്നത്. അപ്പോഴെങ്ങനെയാണ് കാണുന്നത് കണക്കുകൾ? പോളിംഗ് ശതമാനക്കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഈ വോട്ടർ പട്ടിക തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വോട്ടർ പട്ടികയില്ല. ഇതിനകത്ത് പണ്ട് മരണപ്പെട്ട ആളുകളൊക്കെ എൻ്റെ പേര് ഇപ്പോൾ ലിസ്റ്റ് കിടപ്പുണ്ട്. പുതിയതായിട്ട് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ആളുകളുടെ പേര് അതിനകത്തില്ല. അപ്പോൾ ഈ വോട്ടർ പട്ടിക തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ശരിയായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് അല്ല. അപ്പം അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് വെച്ച് നമുക്ക് ശതമാനം നോക്കുന്നത് ശരിയല്ല. പക്ഷെ എന്നിരുന്നാലും ധാരാളം ആളുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകൾ UDF വോട്ടുകളൊന്നും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വോട്ടർ പട്ടികയ്ക്കകത്ത് പല അപാകതകളും, ഇപ്പോൾ ഒരു ബൂത്തിൽ തന്നെ ഒരു 10-200 വോട്ടുകൾ ആരാണെന്ന് ഈവൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും കണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതിനെതിരെ പല ആളുകൾക്ക് വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസമായി സോഷ്യൽ മീഡിയയിലേക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ ഈ വോട്ടർ പട്ടിക അബദ്ധജടിലമാണ്. അതിനകത്ത് മരണപ്പെട്ട ആളുകളൊക്കെ ഒരു ബൂത്തിൽ തന്നെ 10-60 ആളുകളുടെയൊക്കെ പേര് അതിനകത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പെർസെൻറ്റേജിനെ ബാധിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വോട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഗുണം ഉണ്ടാകും തന്നെയാണ് വിശ്വാസം. 55 സീറ്റാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? നമ്മൾ കൃത്യമായിട്ട് UDF തന്നെ വിജയം വരുമെന്നുള്ള വിശ്വാസത്തിലാണ്. ഇനിയിപ്പോൾ 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് കണക്ക് പറയുന്നതിലൊന്നും കാര്യമില്ല. എന്നിരുന്നാലും വളരെ കൺവിൻസിംഗ് ആയിട്ടൊരു വിക്ടറി നമുക്ക് UDF ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കാലം മൊത്തം ഈ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം വളരെ ചർച്ചയായിരുന്നു. അതിങ്ങനെ തെരഞ്ഞെടുപ്പിനെയും ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ 10 മിനിറ്റോടെ കാത്തു നിന്ന് നോക്ക്. ഇത്ര ചർച്ച ചെയ്തതല്ലേ, അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. നിങ്ങൾ 10 മിനിറ്റോടെ കാത്തിരിക്കുന്നു, അപ്പം അറിയാമല്ലോ. ശരി, എന്തായാലും ഈ ശാസ്തമംഗലം വാർഡ് ഇവിടെ ഉള്ള ആളാണ്. അപ്പോൾ വളരെ ഈ ഒരു സുപ്രഭാതമായിട്ടുള്ള ഒരു വാർഡായിരുന്നു. ഇവിടുത്തെ ഒരു കാര്യങ്ങളും കൂടെ തീർച്ചയായിട്ടും ശാസ്തമംഗലവും കവടിയാറും രണ്ടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഈ 2 വാർഡുകളിലും നല്ലൊരു വിജയം UDF ഉണ്ടാകും. കാരണം ഈ വട്ടിയൂർക്കാവിൻ്റെ മേഖലകളിൽ തന്നെ നല്ലൊരു വിജയം, പോസിറ്റീവായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും. നല്ല സീറ്റുകൾ നമുക്ക് ഈ മേഖലയിൽ നിന്ന് തന്നെ ലഭിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഈ മുട്ടടയിലെ വൈഷ്ണയുടെ വിഷയം 24 വയസ്സുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു യുവതയുടെ ഒരു പ്രതീകമാണ്. വൈഷ്ണയുടെ വിഷയം കേരളം മൊത്തം ചർച്ച ചെയ്തതാണ്. അതൊരു കോൺഗ്രസിനൊരു ട്രെൻഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഷ്ണയുടെ വിജയത്തെ കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ അടുത്ത് കിടക്കുന്ന വാർഡുകളാണ്. ഈ ശാസ്തമംഗലം, കവടിയാർ, മുട്ടട, കുറവങ്കോണം, അമ്പലമുക്ക്, പേരൂക്കട. ഈ വൈഷ്ണയുടെ വിഷയത്തിൽ നല്ലൊരു റിയാക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ പോളിംഗ് നോക്കുകയാണെങ്കിൽ 10-400 വോട്ടുകൾ അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും വൈഷ്ണയുടെ വിജയം ഉണ്ടാകും. ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് നല്ല വിജയം ഉണ്ടാകും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നഗരത്തിൻ്റെ ഈ ഒരു ഹൃദയ മേഖലയിൽ നിന്ന് നല്ല ഒരു വിജയം ഉണ്ടാകും. എന്തായാലും റിസൾട്ട് വരട്ടെ. ഇനി കേരളത്തിൽ ഈ ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു വികാരം കേരളത്തിലാകെ മൊത്തം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ പ്രധാനമായി സർക്കാരിൻ്റെ തെറ്റുകൾ പറഞ്ഞു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം ജനങ്ങളിത് കാണുകയല്ലേ. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 40 വർഷമായിട്ട് ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരിച്ച് ഈ നാടിനെ പിന്നോട്ടടിച്ചതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ഉണ്ടാകും തീർച്ചയായിട്ടും ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ. ഈ അവസാന നിമിഷം കേരളത്തിൽ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു ഗസ്സിംഗ് ഉണ്ടോ? ഒരു ഗസ്സിങ്ങും ഇല്ല. എന്തായാലും റിസൾട്ട് വരട്ടെ. പക്ഷേ കൺവിൻസിംഗ് ആയിട്ടൊരു വിക്ടറി UDF ഉണ്ടാകും, സംശയമില്ല.